ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൃന്ദാവൻ PSC വേൾഡ്. അപ്പോൾ 10th പ്രിലിംസിന്റെ കുറച്ചെണ്ണത്തിന്റെ റിസൾട്ടൊക്കെ വന്നു കഴിഞ്ഞു. പ്രിലിംസ് കടക്കാൻ പറ്റാതെ പോയവർ ഒരിക്കലും വിഷമിക്കരുത്. കാരണം ഇനി നമുക്ക് മുന്നിലുള്ള വലിയൊരു എക്സാമാണ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറയുന്നത്. കാരണം ഇത് ഒറ്റ പരീക്ഷയാണ് അല്ലെ. കുറേയധികം ഒഴിവുകളും ഇപ്പോൾ ലേറ്റസ്റ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പ്രതീക്ഷയോടുകൂടി നല്ലവണ്ണം ഹാർഡ് വർക്ക് ചെയ്യുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കും. പഠിക്കുമ്പോൾ സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ പഠിക്കുക. അപ്പോൾ നിങ്ങളുടെ പഠനം കുറച്ചും കൂടി നല്ല രീതിയിൽ നടക്കാനും അതുപോലെ തന്നെ എന്താണ് സ്ട്രോങ് ആയിട്ട് നിങ്ങൾക്ക് ഏതൊക്കെ ഏരിയാസ് പഠിക്കണം എന്നുള്ളത് മനസ്സിലാക്കാനും വേണ്ടിയിട്ട് ഞാൻ കഴിഞ്ഞ സൺഡേയിൽ ഒരു ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിൽ എല്ലാ ക്വസ്റ്റ്യൻസും എക്സെപ്റ്റ് മാത്സ് ആൻഡ് ഇംഗ്ലീഷിന്റെ സം ഗ്രാമർ പോർഷൻസ് വഴി നമ്മളെല്ലാം കണ്ടു. വളരെയധികം റിപ്പീറ്റഡ് ആയിട്ട് ഈ ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്നും ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ ഡിസ്കസ് ചെയ്യാമെന്ന് വെച്ചത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു സാറ്റർഡേ അല്ലെങ്കിൽ സൺഡേ എന്നുള്ള രീതിയിൽ നമ്മൾ ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്യും. അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ടുള്ള ഇതും ഞാൻ പറഞ്ഞു പോകും. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഒരു നമ്മളെ കൺഫ്യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്ന ഏരിയ ഒക്കെ നമുക്ക് 10th മെയിൻസിന്റെ ആ ഒരു ഏരിയയിൽ പഠിക്കാനുള്ളതാണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസിലൂടെ നടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണ്. മാർത്താണ്ഡവർമ്മയുമായിട്ട് ബന്ധപ്പെട്ട വസ്തുതകളുടെ ശരി ഏത് എന്നുള്ള രീതിയിലാണ് ചോദിച്ചിട്ടുള്ളത്. ആദ്യത്തേത്, മാർത്താണ്ഡവർമ്മയുടെ കാലത്തെ ജനജീവിതത്തിൽ പിള്ളമാരും മാടമ്പിമാരും അവരെ സംസ്ഥാനത്തിന്റെ ഒരു വലിയ ശക്തിയായി സ്ഥാപിച്ചു. യോഗക്കാർ അവർക്ക് പിന്തുണയും നൽകി. ഇത് ശരിയായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. രാമപുരത്ത് വാര്യർ, കുഞ്ചൻ നമ്പ്യാർ തുടങ്ങിയ കവികൾ കൊട്ടാരം അലങ്കരിക്കാനെത്തി. ഇതും ശരിയായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. ദേവസ്വം, ബ്രഹ്മസ്വം, ധാനം, പണ്ടാരവക എന്നീ പ്രധാന തലങ്ങൾക്ക് കീഴിലുള്ള ഭൂമിയുടെ വർഗീകരണം മല്ലൻ ശങ്കരനാണ് അവതരിപ്പിച്ചത്. ഇതും ശരിയാണ്. ഒരു കൂട്ടം ഗ്രാമങ്ങൾ ചേർന്ന് മണ്ഡപത്തും വാതുക്കൽ രൂപീകരിച്ചു. ഇത് ഇന്നത്തെ തഹസിൽദാരുടെ സ്ഥാനമുള്ള കാര്യക്കാരുടെ കീഴിലായിരുന്നു. ഇതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. എല്ലാം ശരിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് തിരുവിതാംകൂർ ഭരണാധികാരികളെ പഠിക്കാനുള്ളതാണ്. തീർച്ചയായിട്ടും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളവരുടെ കൂടുതലും സ്ട്രെസ് ചെയ്ത് പഠിക്കുക. വനിതാ ഭരണാധികാരികളുടെയും ശ്രദ്ധിച്ചു നോക്കണം. അവരുടെ കാലത്ത് കൊണ്ടുവന്ന കാര്യങ്ങൾ അതൊക്കെ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒരു ഭരണാധികാരിയെ സെലക്ട് ചെയ്തിട്ട് അവരുടെ കാലഘട്ടത്തിൽ ഉണ്ടായ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാം. നെക്സ്റ്റ് ചോദ്യം, കേരളത്തിലെ ഡച്ചുകാരുമായി ബന്ധപ്പെട്ട വസ്തുതകൾ. ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് ചോദിച്ചിട്ടുള്ളത്. പക്ഷേ ഇതിന്റെ ഫൈനൽ ആൻസർ കീഴിൽ ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിത് വായിച്ചു നോക്കുമ്പോൾ തന്നെ ശരിയായിട്ടുള്ളത് എങ്ങനെയാണെന്നുള്ളത് പറയാം. 1643 ഒരു വശത്തെ ഡച്ചുകാരും മറുവശത്ത് പുറക്കാട് രാജാക്കന്മാരും കായംകുളം രാജാക്കന്മാരും തമ്മിലുള്ള പുതിയ ഉടമ്പടികൾ അവസാനിച്ചു. ഇത് ഉടമ്പടികൾ അവസാനിക്കുകയല്ല ചെയ്തത്, ഈ 1604 സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്തത് എന്നുള്ളതാണ് അവിടെ വരേണ്ടത്. അപ്പോൾ ഇത് തെറ്റാവുമല്ലോ. അപ്പോൾ ഈ ഓപ്ഷനും പോകും. കൊച്ചി രാജാവ് ഡച്ച് ഭരണം സ്വീകരിക്കുകയും തന്റെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന കറുവപ്പട്ടയും കുരുമുളകും ഡച്ചുകാരെ ഏൽപ്പിക്കുകയും ചെയ്തു. ഇത് ശരിയായിട്ടുള്ളതാണ്. ദെൻ ഡച്ചുകാരുടെ മതനയം പോർച്ചുഗീസുകാരുടേതിൽ നിന്നും ഉദാരമായതും സഹിഷ്ണുതയും ഉള്ളതായിരുന്നു. ഇതും ശരിയാണ്. ദെൻ ഗോവയിലെ ഗവർണർ ജനറൽ ഇൻ കൗൺസിൽ കിഴക്കൻ ഡച്ച് പ്രദേശങ്ങളുടെ മുഴുവൻ ചുമതലയും വഹിച്ചിരുന്നു. ഇത് ഗോവയിലെ ഗവർണർ അല്ല, ജക്കാർത്തയിലെ ഗവർണർ ആയിരുന്നു. അതായത് ജക്കാർത്തയിലെ ഗവർണർ ജനറൽ ഇൻ കൗൺസിൽ ആണ് കിഴക്കൻ ഡച്ച് പ്രദേശങ്ങളുടെ മുഴുവൻ ചുമതലയും വഹിച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ 4 കൂടെ തെറ്റുമ്പോൾ നമുക്ക് ഓപ്ഷൻസിൽ ഒന്നുമില്ല. അപ്പോൾ ഇതിൽ ഇങ്ങനെയാണ് വരേണ്ടത്. 2 സ്റ്റേറ്റ്മെന്റ്സ് ശരിയായിട്ടുള്ളത് നമ്മൾ കണ്ടു. അപ്പോൾ ഇതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കറണ്ട് അഫെയറും കൂടെ പറയാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്തോനേഷ്യയുടെ ക്യാപിറ്റൽ ആയിരുന്നു ജക്കാർത്ത എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷേ 2024 അത് മാറി ന്യൂ സന്താര എന്നുള്ളതാണ് ഇപ്പോൾ ഇന്തോനേഷ്യയുടെ ക്യാപിറ്റൽ. ഓക്കെ, ഇപ്പോൾ ജക്കാർത്ത എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ പ്രോവിൻസ് മാത്രമാണ്. ഓക്കെ, കേരളത്തിന്റെ സംയോജനത്തെക്കുറിച്ചുള്ള വസ്തുതകൾ. 1928 മെയ്യിൽ ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ നടന്ന പയ്യന്നൂരിലെ രാഷ്ട്രീയ സമ്മേളനം കേരള പ്രത്യേക പ്രവിശ്യ രൂപീകരിക്കാനുള്ള പ്രമേയം പാസാക്കി. ഇത് ശരിയായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. അപ്പോൾ 1928 അത് നടന്നത്. മെയ്യിൽ ആരുടെ അധ്യക്ഷതയിലാണ്, എവിടെയാണെന്നുള്ളതൊക്കെ മനസ്സിലായി. ഇനി കെ കേളപ്പന്റെ അധ്യക്ഷതയിൽ 1947 ഏപ്രിലിൽ തൃശ്ശൂരിൽ നടന്ന ഐക്യകേരള സമ്മേളനം കൊച്ചി മഹാരാജാവ് ശ്രീ കേരളവർമ്മയെ സന്ദർശിച്ച് ബ്രിട്ടീഷ് മലബാർ, കൊച്ചി, തിരുവിതാംകൂർ എന്നിവ ഉൾപ്പെടുന്ന ഐക്യകേരള സംസ്ഥാനം സ്ഥാപിക്കുന്നതിന് അനുകൂലമായി സംസാരിച്ചു. ഇതും ശരിയായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. ഓക്കെ, അപ്പോൾ ഇത് കുറച്ച് വലിയൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതിൽ കുറേ അധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതിലെല്ലാം ശരിയാണെന്ന് ഉറപ്പുവരുത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, സ്റ്റേറ്റ്മെന്റ് തെറ്റാണോ ശരിയാണോ എന്ന് മനസ്സിലാക്കാൻ പാടുള്ളൂ. ഇപ്പൊ നമുക്ക് ഐക്യ കേരള പ്രസ്ഥാനം എന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട് പഠിക്കാൻ. അപ്പോൾ ആ ഒരു ഏരിയയിൽ നിന്നൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. ഇനി അടുത്തത് 1949 ജൂലൈ 1 തിരുവിതാംകൂർ കൊച്ചി സംയോജനം നടന്നു. ഇത് ശരിയായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. 49 ജൂലൈ 1 തിരുവിതാംകൂർ കൊച്ചി സംയോജനം നടന്നു. അടുത്ത നോക്കിയേ, അപ്പോൾ 1, 2, 3 ശരിയായി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഈ 2 ഓപ്ഷൻസും പോയി, ഇതും പോയി. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി 1, 2, 3 മാത്രമേ ഉള്ളൂ. 4ാമത്തെ തെറ്റാണ്. 1956 സംസ്ഥാന പുനഃസംഘടനാ നിയമപ്രകാരം തിരുവിതാംകൂറിലെ 4 തെക്കൻ താലൂക്കുകളായ തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവങ്കോട് എന്നിവ കേരള സംസ്ഥാനത്തിലാണ് ഉൾപ്പെടുത്തിയത്. അല്ലെ, തമിഴ്നാട്, അന്നത്തെ മദ്രാസ് അതിലേക്കാണ് ഉൾപ്പെടുത്തിയത്. ഓക്കെ, അടുത്ത ചോദ്യം, മധ്യകാലഘട്ടത്തിലെ മുഗൾ ഭരണവുമായി ബന്ധപ്പെട്ട വസ്തുതകൾ. ഇൻഡോ ഇസ്ലാമിക് സാഹിത്യത്തിൽ ആദ്യമായി ഐനി അക്ബാരി നികുതിയുടെ തത്വങ്ങൾ വിശദീകരിക്കുന്നു. ഇത് ശരിയായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. ദെൻ അക്ബറിന്റെ മന്ത്രിസഭയിൽ 4 അംഗങ്ങൾ ഉണ്ടായിരുന്നു. വക്കീൽ പ്രധാനമന്ത്രി, വസീർ ധനമന്ത്രി, മിർ ബക്ഷി കരസേനയുടെയും ഭരണത്തിന്റെയും ചുമതലയുള്ള മന്ത്രി,
സദർ ഉസ് സുദൂർ മതത്തിന്റെയും ജീവകാരുണ്യത്തിന്റെയും ചുമതല. ഇതും ശരിയായിട്ടുള്ളതാണ്. ദെൻ മതപരവും ജുഡീഷ്യറിയും ഒഴികെയുള്ള എല്ലാ സേവനങ്ങളും സൈനികാടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കുകയും സൈനിക വകുപ്പാണ് നിയന്ത്രിക്കുകയും പണം നൽകുകയും ചെയ്തത്. ഇതും ശരിയായിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ളതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. 1, 2, 3 വരുമ്പോൾ തന്നെ നമുക്ക് ആൻസർ ഇതാണ് കിട്ടുക. 4ാമത്തത് ജുഡീഷ്യറിയും സൈന്യവും ഒഴികെയുള്ള എല്ലാ അധികാരങ്ങളുടെയും തലവനായിരുന്നു രാജാവ്. ഇത് തെറ്റായി. ഇതപ്പോ എങ്ങനെയാ വേണ്ടത്? ജുഡീഷ്യറിയും സൈന്യവും ഒഴികെയുള്ളതെന്നല്ല, ജുഡീഷ്യറിയും സൈന്യവും ഒക്കെ ആ ഒരു അധികാരങ്ങളും ഒക്കെ എംപററിന്റെ അല്ലെങ്കിൽ രാജാവിന്റെ ഇതിൽ തന്നെയായിരുന്നു. ഈ ഒരു ക്വസ്റ്റ്യൻ ആക്ച്വലി ഡിഗ്രി ലെവലിലാണ് കൂടുതലും ചോദിക്കാൻ സാധ്യതയുള്ളത്. അതായത് നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററിയില ബ്രിട്ടീഷുകാർ വരുന്നതിന് മുൻപുള്ള ഒരു രാഷ്ട്രീയ ചരിത്രം എന്നുള്ള ഒരു ഏരിയയുണ്ട് പഠിക്കാൻ സിലബസിൽ. അപ്പോൾ ആ ഒരു ഇതിൽ നമ്മൾ സുൽത്താനേറ്റ് പീരീഡ്, മുഗള്, അങ്ങനെയുള്ള കുറെയാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് പക്ഷേ അതിൽ നിന്ന് കൂടുതൽ ചോദ്യങ്ങളും ഞാൻ ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനാണ് കണ്ടിട്ടുള്ളത്. 10th ലെവലിലൊന്നും അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല രാഷ്ട്രീയ ചരിത്രം എന്ന് നമ്മളോട് സിലബസിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും. അപ്പം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കാം. ഓക്കെ, അടുത്തത് സാമൂഹിക മത പരിഷ്കരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട വസ്തുതകൾ. അപ്പോൾ ഇത് വായിക്കുമ്പോൾ തന്നെ കുറേയധികം എന്താണ് നമുക്ക് ഭയങ്കര കൺഫ്യൂഷനൊക്കെ ആയിട്ട് തോന്നും. കൃത്യമായിട്ട് അറിയാമെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ആൻസർ ചെയ്യാൻ പാടുള്ളൂ. പരിവ്രാജക, അതായത് അലഞ്ഞു തിരിയുന്ന കാലത്ത് വിവേകാനന്ദനെ വേട്ടയാടിയ ഒരു ആശയം വേദാന്തം എങ്ങനെ പ്രായോഗികമാക്കാം എന്നതായിരുന്നു. ഓക്കെ, അപ്പോൾ അത് ശരിയായിട്ടുള്ളതാണ്. ഇങ്ങനെയുള്ള ഇപ്പൊ ഈ കണ്ടുപോകുന്ന പ്രസ്താവനകളുണ്ടല്ലോ, അതിലിപ്പോ നമ്മൾ ശരിയായിട്ട് കാണുന്ന കുറേ ഉണ്ടല്ലോ, അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. കാരണം നമുക്ക് ചിലപ്പോൾ അത് ചോദ്യങ്ങളായിട്ട് വരാം. നമ്മൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല, നമ്മൾ എത്ര ബുക്സ് റെഫർ ചെയ്താലും ഇതൊന്നും കണ്ടിട്ടും കൂടി ഉണ്ടാവില്ല. ഓക്കെ, കാരണം ഇതൊരു ഡിഗ്രി ലെവൽ പേപ്പറിന്റെയാണ്. അപ്പോൾ അതൊന്നും കൂടി ഒന്ന് മനസ്സിലാക്കി പഠിക്കാം. രണ്ടാമത്തെ നോക്കി, പാശ്ചാത്യ നാഗരികതയുടെ രൂപത്തിൽ ഇന്ത്യയിൽ വന്ന വെല്ലുവിളികളെ പൂർണ്ണമായി നേരിടാൻ റാം മോഹൻ റായ് ഉണ്ടായിരുന്നു. കൂടാതെ ഒരു പുതിയ തത്വചിന്തയുടെ ആവശ്യകത ശക്തമായി തോന്നി. ഇന്ത്യയാണെങ്കിൽ യഥാർത്ഥ ആത്മീയ പൈതൃകം ത്യജിക്കാതെ പടിഞ്ഞാറ് നിന്ന് ഇറക്കുമതി ചെയ്ത ആധുനികതയെ സ്വാംശീകരിക്കുകയും ചെയ്തു. നമുക്ക് കാര്യമായിട്ടൊന്നും മനസ്സിലാവില്ല ഇത് വായിക്കുമ്പോൾ അല്ലെ, പക്ഷെ 2-3 ആവർത്തി വായിക്കുക, ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, ഇത് ശരിയായിട്ടുള്ളത് തന്നെയാണ്. ദെൻ അടുത്തത്, പ്രാർത്ഥനാ സമാജം അനുയായികൾ അവരുടെ ശ്രദ്ധ പ്രധാനമായും സാമൂഹിക പരിഷ്കരണത്തിനാണ് അർപ്പിച്ചത്. പരസ്പര വിവാഹം തമ്മിലുള്ള ബന്ധം, വിധവകളുടെ പുനർവിവാഹം, സ്ത്രീകളുടെയും അധസ്ഥിത വിഭാഗങ്ങളുടെ പുരോഗതി, ഇതും ശരിയായിട്ടുള്ളതാണ്. ഓക്കെ, ഇന്ത്യയുടെ പുരാതന ആദർശങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും പുനരുജ്ജീവനവും പുനരവലോകനവും മിക്ക പ്രശ്നങ്ങളും പരിഹരിക്കുമെന്ന് ആനി ബസന്റ് വിശ്വസിച്ചു. ഇതും ശരിയായിട്ടുള്ളതാണ്. അതായത് ഈ ചോദ്യത്തിലെ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അപ്പോൾ കുറേയധികം നമ്മൾ കണ്ടു. ഇതൊന്നും നമ്മൾ ചിലപ്പോൾ ചിലതൊക്കെ കേട്ടിട്ടുണ്ടാകാം, ഇല്ലാത്തുണ്ടാകാം. അപ്പോൾ അതിൽ ശരിയായിട്ടുള്ളതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇതിൽ ഇപ്പോൾ എല്ലാം ശരിയാണ്. അടുത്തത്, തീവ്രവാദത്തിന്റെ ഉയർച്ചയുമായി ബന്ധപ്പെട്ട വസ്തുതകൾ. അതായത് എക്സ്ട്രീമിസം എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട്. അത് നമുക്ക് പഠിക്കാനുള്ളത് തന്നെയാണ്. നമുക്കറിയാലോ, മോഡറേറ്റ്സ്, എക്സ്ട്രീമിസ്റ്റ്, അവരുടെ കാലഘട്ടം ഒക്കെ പറയുന്നത് നമ്മൾ പഠിക്കുന്നുണ്ട്. നോക്കി, ബ്രിട്ടീഷ് ഭരണത്തിന്റെ യഥാർത്ഥ സ്വഭാവം തിരിച്ചറിയുക. അതെ. ദെൻ ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി തകരുന്നു. അതെ. ദെൻ ലിറ്റണിന്റെയും കേഴ്സണിന്റെയും പുരോഗമനപരമായ ഭരണനയങ്ങൾ, ഇത് തെറ്റായിട്ടുള്ളതാണ്. സമകാലിക അന്താരാഷ്ട്ര സ്വാധീനം, ഇത് ശരിയായിട്ടുള്ളതാണ്. അതായത് ഈ പറയുന്ന എക്സ്ട്രീമിസം എന്ന് പറയുന്ന സംഭവം അത് ഉയർന്നു പൊങ്ങാൻ കാരണം, അല്ലെങ്കിൽ റൈസ് ഓഫ് എക്സ്ട്രീമിസം എന്നുള്ളതിന്റെ കാരണം എന്താണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ ഈ പറയുന്ന ബ്രിട്ടീഷ് ഭരണത്തിന്റെ യഥാർത്ഥ സ്വഭാവം തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് മാത്രമല്ല, പിന്നെ എന്താ, ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി തകരുന്നു എന്ന് മനസ്സിലാക്കിയതുകൊണ്ടും, പിന്നെ സമകാലിക അന്താരാഷ്ട്ര സ്വാധീനം അതുകൊണ്ട് ആ ഒരു സമയത്തെ ഇന്റർനാഷണൽ ഇൻഫ്ലുവൻസും ഒക്കെ കൊണ്ടാണ് ഈ പറയുന്ന എക്സ്ട്രീമിസം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്താണ് തീവ്രവാദം, ആ ഒരു സംഭവം ഉയർന്നു വന്നത്. അതിൽ ഈ ലിട്ടന്റെയും കേഴ്സണിന്റെയും പുരോഗമനപരമായ ഭരണനയങ്ങൾ എന്ന് പറയുന്ന കാര്യം എന്ത് ചെയ്യുന്നില്ല, ഉൾപ്പെടുന്നില്ല. അടുത്ത ചോദ്യം നോക്കാം, ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തെക്കുറിച്ചുള്ള വസ്തുതകൾ. ഡ്യുവൽ ഗവൺമെന്റ് എന്ന് വിളിക്കപ്പെടുന്ന ഭരണ സംവിധാനവുമായി ബ്രിട്ടീഷുകാരുടെ ആദ്യ കൂട്ടുകെട്ട്. അപ്പോൾ ആ ഒരു സംഭവം വരുന്നു അല്ലെ, ഡ്യുവൽ ഗവൺമെന്റ്, അത് ശരിയായിട്ടുള്ളതാണ്. ദെൻ റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം 1774 സർ എലിജ എംപെ ചീഫ് ജസ്റ്റിസായി സുപ്രീം കോടതി സ്ഥാപിതമായി. ഇതും ശരിയായിട്ടുള്ളതാണ്. ദെൻ പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784 പ്രധാനമായും ലണ്ടനിലെ കമ്പനിയുടെ ഹോം ഗവൺമെന്റിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നു. ഇതും ശരിയായിട്ടുള്ളതാണ്. ദെൻ 1813 ചാർട്ടർ ആക്ട് വഴി കമ്പനിക്ക് ഇന്ത്യയുമായുള്ള വ്യാപാരത്തിന്റെ കുത്തക നഷ്ടപ്പെട്ടെങ്കിലും ചൈനയുമായുള്ള വ്യാപാരത്തിന്റെയും തേയില വ്യാപാരത്തിന്റെയും കുത്തക തുടരുന്നു. ഇതും ശരിയാണ്. അതായത് ഇൻ ടോട്ടൽ നമുക്ക് ഈ തന്നിട്ടുള്ള എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അപ്പോൾ ഇതിൽ ഈ പറയുന്ന ആക്ടുകൾ ഉണ്ടല്ലോ, ആക്ടുകളുടെ എല്ലാത്തിനെയും ബന്ധപ്പെടുത്തിയ ഒരു വിധം വെച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഏതെങ്കിലും 1-2 ഒക്കെ അറിയാമെങ്കിൽ നമുക്കിത് എലിമിനേഷനിലൂടെ ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും. 1813 ചാർട്ടർ ആക്ട് ഒക്കെ അറിഞ്ഞാൽ തന്നെ ചിലപ്പോൾ നമുക്ക് ഒരുവിധം 1-2 അറിയണം, എന്നാലും നമുക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ആക്ടുകൾ നമ്മളിപ്പോൾ കഴിഞ്ഞ പേപ്പറിലും കണ്ടു, ഇതിലും കണ്ടു. അപ്പോൾ നമുക്ക് ചോദിക്കാം. അടുത്തത് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട വസ്തുതകളാണ്. ഇതിൽ ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. പക്ഷെ നമുക്ക് ഫൈനൽ ആൻസർ കീയിൽ ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആയിരുന്നു. ഓക്കെ, അതിന് കാരണമുണ്ട്, എനിക്ക് തോന്നുന്ന ഒരു കാരണമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വായിച്ചു നോക്കാം. എസ്റ്റേറ്റ് ജനറൽ പരമ്പരാഗതമായി 3 എസ്റ്റേറ്റുകളെ പ്രതിനിധീകരിക്കുന്ന 3 അസംബ്ലികൾ ചേർന്നതാണ്. അത് ശരിയാണ്, 3 എസ്റ്റേറ്റുകൾ ഉണ്ട് എന്നുള്ളത്. ഇനി നികുതി സമ്പ്രദായത്തിൽ ഏറ്റവും സമ്പന്നരും സംസ്ഥാനത്തെ പിന്തുണയ്ക്കാൻ കഴിയുന്നവരുമായ
പിന്തുണയ്ക്കാൻ കഴിയുന്നവരുമായ ആളുകൾ ഏറ്റവും കുറഞ്ഞ പ്രതിഫലം നൽകിയവരാണ്. അതായത് ഇംഗ്ലീഷ് വായിക്കുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടെ മനസ്സിലാവുക കേട്ടോ മലയാളത്തിനേക്കാളും. അതായത് കുറച്ചും കൂടെ വെൽത്തി ആയിട്ടുള്ളവരായിരുന്നു ഏറ്റവും ലീസ്റ്റ് ആയിട്ട്, അതായത് ടാക്സ് ഒന്നും കൊടുക്കാത്തവരോ ഏറ്റവും പാവപ്പെട്ടവരായിരുന്നു. ഫ്രഞ്ച് റവല്യൂഷന്റെ സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഏറ്റവും പാവപ്പെട്ടവരായിരുന്നു എന്താണ് കൂടുതലും ടാക്സ് കൊടുത്തിരുന്നത് അല്ലെ. ആ ഒരു എസ്റ്റേറ്റുകൾ നമുക്കറിയാലോ, പ്രീസ്റ്റുകൾക്ക് അതുപോലെ ഗവൺമെന്റിനൊക്കെ ടാക്സ് കൊടുത്തിരുന്ന തീത്തേ തൈലേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേസമയം കുറച്ചും കൂടെ വെൽത്തി ആയിട്ടുള്ളവർക്ക് എന്ത് ചെയ്തിട്ടില്ല, അധികം ടാക്സ് കൊടുക്കേണ്ടി വന്നിട്ടില്ല. അപ്പൊ അതും ശരിയായിട്ട് തന്നെയാണ് വന്നേക്കുന്നത്. ദെൻ വിപ്ലവം ഉണ്ടായത് തത്വചിന്തകർ കാരണമല്ല, മറിച്ച് ദേശീയ ജീവിതത്തിന്റെ സാഹചര്യങ്ങളും തിന്മകളും സർക്കാരിന്റെ തെറ്റുകളുമാണ്. ഇതില് ഈ പ്രസ്താവന നമ്മൾ ജസ്റ്റ് നോക്കുമ്പോൾ എന്താണ്, ദേശീയ ജീവിതത്തിന്റെ സാഹചര്യങ്ങളുണ്ട്, തിന്മകളുണ്ട്, സർക്കാരിന്റെ തെറ്റുകളും ഒക്കെ ഉണ്ട് അല്ലെ. ആ ഒരു എന്ത് കാരണം, ഒരു വിപ്ലവം ഉണ്ടാവാൻ കാരണം. പക്ഷേ അതിൽ തത്വചിന്തകരും ആക്ച്വലി എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ഇൻഫ്ലുവൻസും ഉണ്ട്. നമ്മൾ റോൾ ഓഫ് ഫിലോസഫേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഫ്രഞ്ച് റവല്യൂഷനിൽ പഠിക്കുന്നുണ്ട് ഓരോരുത്തരുടെയും അല്ലെ. അതും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു വിപ്ലവം ഉയർന്നു വരാൻ. അടുത്ത് നോക്കി, മനുഷ്യന്റെ അവകാശങ്ങളുടെ പ്രഖ്യാപനം സാർവത്രികമായ പ്രയോഗങ്ങളും അത് തീർച്ചയായും വളരെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ഇത് ശരിയായിട്ടുള്ളതാണ്. ഫ്രഞ്ച് റവല്യൂഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള 3 വസ്തുതകളാണ് 1, 2, 4. എന്നാൽ മൂന്നാമത്തേൽ എന്ത് പ്രശ്നം പറ്റി, ആ ഒരു തത്വചിന്തകർ കാരണമല്ല എന്ന് പറയുന്നത് അത്ര ശരിയായിട്ടുള്ള ഒരു ഇതായിട്ടില്ല. അതുകൊണ്ടാണ് എന്താ നമുക്ക് ഓപ്ഷൻസിൽ ഈ പറയുന്ന രീതിയിലൊന്നും വന്നിട്ട്, കാരണം തത്വചിന്തകരെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. പ്രൊവിഷണലിൽ നമുക്ക് പക്ഷെ തന്നിരുന്ന ആൻസർ എന്ന് പറയുന്നത് സി എന്നുള്ളതായിരുന്നു. 1, 2, 3, 4 ശരി എന്നുള്ള രീതിയിലുള്ളതായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കാം. നെക്സ്റ്റ്, 2ാം ലോക മഹായുദ്ധത്തിന്റെ കാരണങ്ങളെ കുറിച്ചുള്ള വസ്തുതകൾ. അപ്പൊ കോസസ് ഓഫ് വേൾഡ് വാർ 2 ആണ് ചോദിച്ചിട്ടുള്ളത്. പുനഃസജ്ജീകരണവും പ്രീണനവും, അതായത് അപ്പീസ്മെന്റ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടല്ലോ, അതാണ്. ഇതിന് ഇംഗ്ലീഷ് നോക്കുമ്പോൾ കുറച്ചും കൂടെ മനസ്സിലാവുള്ളൂ. ആ ഒരു അപ്പീസ്മെന്റ് പോളിസി ഒക്കെ എന്തിലേക്ക് നയിച്ചിട്ടുണ്ട്, സെക്കൻഡ് വേൾഡ് വാറിലേക്ക് നയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിയായിട്ടുള്ളതാണ്. ഇനി മിലിറ്ററിസം, സാമ്രാജ്യത്വം, കൊളോണിയലിസം, ഇതും കാരണമാണ്. മ്യൂണിച്ച് പാക്ട് എന്ന് പറഞ്ഞിട്ട് സംഭവം ഉണ്ടല്ലേ, മ്യൂണിച്ച് തീരുമാനങ്ങളും കരാറുകളും ഒക്കെ, അതും ശരിയാണ്. ഇറ്റാലിയൻ പോളിഷ് ഇടനാഴി ആക്രമണം, അതിൽ ഇറ്റാലിയൻ പോളിഷ് അല്ല, ജർമ്മൻ പോളിഷ് ഇടനാഴി ആക്രമണമാണ്. ഓക്കെ, ജർമ്മൻ ആണ് ഇൻവേഡ് ചെയ്യുന്നത് പോളണ്ടിനെ. അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ളത് വരുന്നത് 1, 2, 3 എന്നുള്ളതാണ്, ഓപ്ഷൻ എ ആണ്. അപ്പൊ ഇങ്ങനെയുള്ള വേൾഡ് വാർ റിലേറ്റഡ് ആയിട്ടും അതുപോലെ നമ്മുടെ എന്താണ് റെവല്യൂഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും വരാം. അടുത്ത ചോദ്യം, ദേശീയതയുടെ ഉദയത്തിനുള്ള കാരണങ്ങൾ, അതായത് റൈസ് ഓഫ് നാഷണലിസം അല്ലെ. ബംഗാൾ വിഭജനവും വിഭജിച്ച് ഭരിക്കുന്ന നയവും, ഇതും കാരണമാണ്, ശരിയാണ്. അപ്പോൾ ബംഗാൾ വിഭജനവും വിഭജിച്ച് ഭരിക്കുന്ന നയവും കാരണമാണ്. ദെൻ പത്രങ്ങളും ആനുകാലികങ്ങളും, അതും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് അല്ലെ. ദെൻ ബ്രിട്ടീഷ് നയവും ഇൽബർട്ട് ബിൽ വിവാദവും, അതെ. ദെൻ യുദ്ധത്തിന് മുമ്പുള്ള ബ്രിട്ടീഷ് വിദേശ നയം ഇന്ത്യയിലെ മുസ്ലിം വികാരത്തെ അസ്വസ്ഥമാക്കി, ഇതും ശരിയാണ്. അതായത് ഇൻ ടോട്ടൽ ഈ തന്നിരിക്കുന്ന എല്ലാം ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. അപ്പോൾ എക്സ്ട്രീമിസവും നാഷണലിസവും വെച്ചിട്ടുള്ള ചോദ്യങ്ങൾ നമ്മളിപ്പോൾ കണ്ടു. അടുത്ത ചോദ്യം നമുക്കിനി ജിയോഗ്രഫി റിലേറ്റഡ് ഒക്കെ ആയിട്ടാണ് വരുന്നത്. ലിസ്റ്റ് ചെയ്തിരിക്കുന്ന വസ്തുതകൾ സൂചിപ്പിക്കുന്ന അന്തരീക്ഷ പാളി തിരിച്ചറിഞ്ഞ് താഴെ പറയുന്നവയിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. അപ്പോൾ ഒരു അറ്റ്മോസ്ഫറിക് ലെയറിനെ കുറിച്ചിട്ടുള്ളതാണ് താഴെ തന്നിട്ടുള്ളത്. ഇവിടെ ആദ്യം 20 കിലോമീറ്റർ ഒരേ താപനിലയും അത് കഴിഞ്ഞ് 50 കിലോമീറ്റർ ഉയരം വരെ ഓസോൺ പാളിയുടെ സാന്നിധ്യം ഉള്ളതുകൊണ്ടും ഓസോൺ പാളി അൾട്രാവയലറ്റ് കിരണങ്ങളെ ആഗിരണം ചെയ്യുന്നത് കൊണ്ടും താപനില ഉയരുകയും ചെയ്യുന്നു. ഓസോൺ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം സ്ട്രാറ്റോസ്ഫിയർ ആണ് ഇതെന്നുള്ളത്. അപ്പോൾ രണ്ടാമത്തെ നോക്കേണ്ട ആവശ്യം തന്നെ ഇല്ല, സ്ട്രാറ്റോസ്ഫിയർ ആണ് കറക്റ്റ് ആൻസർ. എന്നിരുന്നാലും നമുക്ക് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഇത് അന്തരീക്ഷത്തിലെ ചാലകമല്ലാത്ത മേഖലയാണ്. ഇവിടെ വായുവിൽ ഓക്സിജന്റെ അളവ് കുറവാണ്. ഇവിടെ ചെറിയ പൊടിയോ നീരാവിയോ ഉള്ള മേഘങ്ങൾ ഇല്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെ അവര് അതായത് ക്വസ്റ്റ്യൻ പേപ്പറിൽ തരുന്ന എക്സ്ട്രാ ഫാക്ടുകൾ നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് മനസ്സിലാക്കി എടുക്കണം കേട്ടോ. കാരണം ചിലപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ കയ്യിലുള്ള പുസ്തകങ്ങളിലൊന്നും ഇത് ഉണ്ടാകണം എന്നില്ല. അടുത്ത ചോദ്യം, റിവർ ഡെൽറ്റകളെ അതായത് നദീമുഖം സംബന്ധിച്ച് ഇനി പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുകയും താഴെ നൽകിയിരിക്കുന്നതിൽ നിന്ന് ശരിയായ പ്രസ്താവനകൾ തിരിച്ചറിയുകയും ചെയ്യുക എന്നതാണ് പറഞ്ഞിട്ടുള്ളത്. വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ, ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ, ഇതിന്റെ എന്താണ് പ്രത്യേകത? കൂടുതൽ ഡെൽറ്റകൾ ഫോം ചെയ്യുന്നതാണ് ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ. കോസ്റ്റൽ പ്ലെയിൻ വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടത് അല്ലെ. അത് 2023 പേപ്പറാണ്, ഇതും 2023 പേപ്പർ തന്നെയാണ്. ഇതിലും ആ ഒരു സെയിം പാറ്റേൺ ഫോളോ ചെയ്തിട്ട് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. ഏരിയാസ് ഓക്കെ, ക്വസ്റ്റ്യൻസ് ഡിഫറൻറ്റ് ആണ്, പക്ഷേ സെലക്ട് ചെയ്ത ഏരിയാസ് ഓൾമോസ്റ്റ് സെയിം ആണ്. ഓക്കെ, അപ്പൊ നോക്കിയേ, നദീമുഖത്തുള്ള ഫാൻ ആകൃതിയിലുള്ള എക്കൽ മണൽത്തിട്ട പ്രദേശമാണ് ഡെൽറ്റ. ഇത് ശരിയായിട്ടുള്ളതാണ്. നദി ഇങ്ങനെ ഒഴുകി വന്ന് അതിങ്ങനെ കട്ട് ചെയ്ത് അതിന്റെ ഇടയിൽ ഇങ്ങനെ എക്കൽ ഇങ്ങനെ നിക്ഷേപിച്ച് അല്ലെ, ഇങ്ങനെ ഒരു ഫാൻ ആകൃതിയിൽ ഫോം ചെയ്യുന്ന സംഭവമാണ് എന്ത്, ഡെൽറ്റ എന്ന് പറയുന്നത്. ഡെൽറ്റ കൂടുതലും ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനിലാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഓക്കെ, കിഴക്കൻ തീര സമതലത്തിന്റെ ഒരു പ്രത്യേകതകളിൽ നമ്മൾ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. അതായത് 10ാം ക്ലാസ്സിലെ SCRT പാഠഭാഗത്ത് പറയുന്നുണ്ട് കേട്ടോ, ഈ വെസ്റ്റേൺ ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസിന്റെ ഡിഫറൻസസ് ഒരു ബോക്സിൽ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളൂ, നമ്മളോട് ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ ചോദിക്കാം. താഴെ തന്നിട്ടുള്ള ഏത് കോസ്റ്റൽ പ്ലെയിനെ കുറിച്ചാണ് പറയുന്നത്, അല്ലെങ്കിൽ ഇത് ഏത് കോസ്റ്റൽ പ്ലെയിനിലാണ് കാണപ്പെടുക എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഡെൽറ്റ ഒബ്വിയസ്ലി ഈ പറയുന്ന പോലെ നദീമുഖത്തുള്ള ഫാൻ ആകൃതിയിലുള്ള എക്കൽ പ്രദേശമാണ്. ദെൻ ശുദ്ധജലവും ഉപ്പുവെള്ളവും കലർന്ന ഒരു നദിയുടെ വേലിയേറ്റ മുഖമാണ് ഡെൽറ്റകൾ. ഇത് തെറ്റായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. നദിയുടെ ആ ഒരു മൗത്ത് ഉണ്ടല്ലോ, നദി ഒഴുകുന്ന അതിന്റെ മൗത്തില് അതിന്റെ ഫ്രഷ് വാട്ടർ, നദിയിലെ ഫ്രഷ് വാട്ടറും സലൈൻ വാട്ടർ അതായത് കടൽ ജലവും മിക്സ് ചെയ്യുന്ന ഏരിയനെ നമ്മൾ വിളിക്കുന്ന പേര് എസ്റ്റുവറി എന്നാണ്, അഴിമുഖം എന്നാണ് വിളിക്കുക.
ഈ എസ്റ്റുറീസ് കൂടുതൽ എവിടെയാണെന്ന് അറിയുവാണ്, നമ്മുടെ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനിലാണ് കൂടുതലും കാണുക. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ്, 1 ശരിയാണ്. അപ്പോൾ 2 പോകുമ്പോൾ നമുക്ക് ഇതും പോയി അല്ലെ, 1 ശരിയാവുകയും വേണം. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി 1, 3, 4 ആണെന്ന്. എന്നാലും 3, 4 ഒന്ന് നോക്കാം. ഡെൽറ്റയുടെ രൂപീകരണത്തിന് ആഴം കുറഞ്ഞ കടൽ, പാറക്കഷ്ണങ്ങളുടെ ഗണ്യമായ ഭാരം വഹിക്കുന്ന നദി, ശാന്തമായ ചില തീരം എന്നിവ ആവശ്യമാണ്. അപ്പോൾ നോട്ട് ദ പോയിന്റ്. ഡെൽറ്റയുടെ ഫോർമേഷൻ എന്തൊക്കെ വേണം? ആഴം കുറഞ്ഞ കടൽ, പാറക്കഷ്ണങ്ങളുടെ ഗണ്യമായ ഭാരം വഹിക്കുന്ന നദി, ശാന്തമായ ചില തീരം. ഓക്കെ, ദെൻ ഉയർന്ന വേലിയേറ്റമുള്ള കടലിന്റെ തീരത്താണ് ഡെൽറ്റകൾ രൂപം കൊള്ളുന്നത്. ഉയർന്ന വേലിയേറ്റമുള്ള കടലിന്റെ തീരത്താണ് ഡെൽറ്റകൾ രൂപം കൊള്ളുന്നത്. ശരിയാണ്, ഉയർന്ന വേലിയേറ്റമുള്ള കടലിന്റെ തീരത്താണ് ഡെൽറ്റകൾ രൂപം കൊള്ളുന്നത്. ഓക്കെ, അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ കണ്ടില്ലേ? ജോഗ്രഫിയുടെ ഏരിയ ഇപ്പൊ കണ്ട ഏരിയാസ് ഒക്കെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആയിരുന്നു. കുറച്ചൊന്ന് ചിന്തിക്കണം, അറിയണം കാര്യങ്ങൾ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ലിസ്റ്റ് ചെയ്തിരിക്കുന്ന വസ്തുതകൾ സൂചിപ്പിക്കുന്ന സംസ്ഥാനം തിരിച്ചറിഞ്ഞ താഴെ പറയുന്നവയിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഈ സംസ്ഥാനത്തെ അൽവാർ ജില്ലയിലാണ് സരിസ്ക ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്നത്. ആദ്യത്തെ വായിക്കുമ്പോൾ നമുക്ക് തോന്നില്ലല്ലോ, ഒരു പിടിയില്ല അല്ലെ. പൊക്രാൻ എന്ന പ്രദേശം ഉൾപ്പെട്ടിരിക്കുന്നത് ഈ സംസ്ഥാനത്തെ ജയ്സാൽമാർ ജില്ലയിലാണ്. ജയ്സാൽമാർ ജില്ല എന്ന് പറയുന്നതും പൊക്രാനും ഒക്കെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്റ്റേറ്റ് ഓർമ്മ വരുള്ളത് രാജസ്ഥാനാണ്. ഓക്കെ, അപ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടി. ഏതെങ്കിലും ഒന്നറിഞ്ഞാലും മതി എന്നിപ്പോൾ മനസ്സിലായല്ലോ. സത്ലജ് നദീജലം ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കനാലായ ഇന്ദിരാഗാന്ധി കനാൽ ഈ സംസ്ഥാനത്താണ് നിലകൊള്ളുന്നത്. നമ്മൾ എപ്പോഴും പഠിക്കുന്നതാണ് ഇന്ദിരാഗാന്ധി കനാൽ പ്രൊജക്ട് ഒക്കെ അല്ലെ. മരുസ്ഥലി ബാഗർ പ്ലെയിൻസ് രാജസ്ഥാനിലെ പറയുന്നുണ്ട്. അതിൽ ഈ ഇന്ദിരാഗാന്ധി കനാൽ പ്രൊജക്ടിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് ഏത് നദിയിലത്തെയാണ് നമ്മുടെ മനസ്സിലാക്കുക? സത്ലജ് നദീജലമാണ്. അപ്പൊ ഇൻ കേസ് ഇതൊക്കെ നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് നോക്കുക. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് തെറ്റായ പ്രസ്താവന തിരിച്ചറിയുക. ഓക്കെ, അപ്പൊ 3 ശരിയാണ്, 1 തെറ്റാണ്. മാർച്ച് 21 വടക്കൻ അർദ്ധഗോളത്തിലെ വസന്തകാലമാണ്. ഇതിനെ വസന്തകാല സംബന്ധിയായ വിഷുവം എന്ന് വിളിക്കുന്നു. ശരിയാണ്. നെക്സ്റ്റ്, സെപ്റ്റംബർ 23 വടക്കൻ അർദ്ധഗോളത്തിലെ ശരത്കാലമാണ്. ഇതിനെ ശരത്കാല വിഷുവം എന്ന് വിളിക്കുന്നു. ശരിയാണ്. ജൂൺ 21 ഉത്തരധ്രുവം സൂര്യനിലേക്ക് ചായുന്നതിനാൽ ദിവസങ്ങൾ ദൈർഘ്യമേറിയതും ചൂടുള്ളതുമാകുന്നു. ഉത്തരാർദ്ധഗോളത്തിൽ ഇത് വേനൽക്കാലമാണ്. ഇതിനെ വേനൽക്കാല അറുതി എന്ന് വിളിക്കുന്നു. ശരിയാണ്. ഡിസംബർ 22 ദക്ഷിണ ധ്രുവം സൂര്യനിലേക്ക് ചായുന്നതിനാൽ ചില ദിവസങ്ങൾ ദൈർഘ്യമേറിയതും ചൂടുള്ളതുമാകുന്നു. ദക്ഷിണാർദ്ധഗോളത്തിൽ ഇത് ശൈത്യകാലമാണ്. ഇതിനെ ശൈത്യകാല അറുതി എന്ന് വിളിക്കുന്നു. തെറ്റാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ 4 തെറ്റാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. അപ്പോൾ ഈ കാര്യം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നില്ല, കാരണം ഞാനത് SCERT ചാപ്റ്റർ ഡിസ്കസ് ചെയ്തപ്പോൾ 10ാം ക്ലാസ്സിലെ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്ന പോർഷനാണിത്. കൃത്യമായിട്ട് ഞാൻ ക്ലാസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. SCERTയുടെ പ്ലേലിസ്റ്റ് നിങ്ങൾ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ചാപ്റ്റർ നന്നായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾ കണ്ടു നോക്കുക. ഇതിന് ഇനിയും ചോദ്യങ്ങൾ വരാം. കുറേയധികം ചോദ്യ പേപ്പറിൽ ഈ ഇക്വിനോക്സസ് വെച്ചിട്ട് ചോദിച്ചിട്ടുണ്ട്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ഇന്ത്യയിലെ ഒരു ഉപദ്വീപീയ നദീവ്യവസ്ഥയെക്കുറിച്ചാണ്. ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. അപ്പോൾ കുറേയധികം തന്നിട്ട് അതിൽ തിരഞ്ഞെടുക്കാൻ പറഞ്ഞിട്ട് കുറേ സംഭവങ്ങൾ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ 2ാമത്തെ ഉപദ്വീപീയ നദീവ്യവസ്ഥയാണ്. ഇത് ഉത്ഭവിക്കുന്നത് മഹാബലേശ്വരത്തിന് സമീപമുള്ള നീരുറവയിൽ നിന്നാണ്. ഇതിന്റെ ദൈർഘ്യം 1400 കിലോമീറ്റർ ആണ്. ഈ നദിയുടെ പ്രധാന പോഷക നദികൾ ഭീമയും തുംഗഭദ്രയുമാണ്. ഈ നദി മഹാരാഷ്ട്ര, കർണാടക, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്നു. ഏതാണെന്നറിയോ ആ നദീവ്യവസ്ഥ? അത് കൃഷ്ണ നദീവ്യവസ്ഥയാണ്. ഓക്കെ, നമുക്ക് ഡിഗ്രി ലെവലിൽ കുറച്ചും കൂടെ ഡീപ്പായിട്ട് നോക്കേണ്ടതാണ്. ഈ റിവേഴ്സ് സിസ്റ്റംസ്, ഡ്രെയിനേജ് പാറ്റേൺ ഒക്കെ പഠിക്കാനുണ്ട്. കേസിനൊക്കെ ഉണ്ട് കേട്ടോ അത് പഠിക്കാൻ. അപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് നോക്കിയിരിക്കുക റിവേഴ്സിനെ സംബന്ധിച്ച്. ചിലപ്പോൾ ഇതിൽ നിന്നുള്ള ഇടയിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചോദിക്കുന്നുണ്ട്. ചിലപ്പോൾ നമ്മളോട് ചോദിക്കുക ഭീമയും തുംഗഭദ്രയും ഏത് നദിയുടെ പോഷക നദിയാണെന്നുള്ള ഡയറക്റ്റ് ക്വസ്റ്റൻസ് എന്നുള്ള രീതിയിലും ചോദിക്കാം. അല്ലാതെ കുറച്ചും കൂടെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസും പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ റിവേഴ്സ് സിസ്റ്റംസ് നോക്കാം. ഈ കൃഷ്ണ, കാവേരി, ഗോദാവരി ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും ചോദിക്കാൻ ചാൻസ് ഉള്ള ഇതൊക്കെയാണ് ഇതെന്ന് പറയുന്നത്. നെക്സ്റ്റ്, 2019-21 കോവിഡ് മഹാമാരി കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് ശരിയായവ? കൃഷിയെയും അനുബന്ധ മേഖലകളെയും മഹാമാരി കുറഞ്ഞ തോതിൽ മാത്രം ബാധിച്ചിരിക്കുന്നു. ഇത് നമുക്ക് അറിയില്ലെങ്കിൽ കൂടി നമ്മളുടെ ഒരു കോമൺ സെൻസ് വെച്ചിട്ട് നമുക്ക് ചിന്തിക്കാം. കോവിഡ് ടൈമിൽ നമ്മളെല്ലാവരും വീട്ടിലിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ബാക്കിയുള്ള ഏത് സെക്ടേഴ്സിനെ ബാധിച്ചാലും കൃഷിയും അതിനോടനുബന്ധ മേഖലകളും വലിയ രീതിയിൽ എഫക്ട് ചെയ്യില്ല. ഇന്ത്യയുടെ പേയ്മെന്റ് ബാലൻസ് മിച്ചമായി തന്നെ തുടരുന്നു. അതായത് സർപ്ലസ് ആണ് ഉണ്ടായത് എന്നുള്ള രീതിയിൽ നമ്മൾ ശരിക്കും പഠിക്കുമ്പോൾ കേസിനൊക്കെ പഠിക്കുന്നവർക്ക് കുറച്ചും കൂടെ ഇതായിട്ട് കിട്ടും. ഡിഗ്രി ലെവലിൽ പഠിക്കുന്നവർക്ക് മനസ്സിലാവും. ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. നമുക്ക് വളരെ കൃത്യമായിട്ട് നമ്മൾ ഈ ട്രേഡ് അക്കൗണ്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ക്യാപിറ്റൽ അക്കൗണ്ട്, അതിൽ ഈ ട്രേഡ് അക്കൗണ്ടിലുള്ള സംഭവങ്ങളൊക്കെയാണ് പറയുന്നത്. അത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതിന് മാത്രമേ ഇത് ആൻസർ ചെയ്യാൻ സാധിക്കുള്ളൂ കേട്ടോ. ദെൻ സപ്ലൈ സൈഡ് പരിഷ്കാരങ്ങളെ ആശ്രയിക്കുന്നതിന് പകരം ഡിമാൻഡ് മാനേജിന് ഊന്നൽ നൽകുന്നതായിരുന്നു ഇന്ത്യയുടെ നവീകരണം. ഇത് തെറ്റായിട്ടുള്ളതാണ്. അത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ യഥാർത്ഥ GDP വിപുലീകരണത്തിന് സാക്ഷ്യം വഹിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത് ഞാൻ പറഞ്ഞല്ലോ, അത് എക്കണോമിക്സിന്റെ ഒരു ലെവലിൽ നിന്ന് പഠിക്കുന്ന ഒരാൾക്ക് ഈ ഒരു ക്വസ്റ്റനൊക്കെ ആൻസർ ചെയ്യാൻ സാധിക്കുള്ളൂ കേട്ടോ. കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. ഡിഗ്രി ലെവലിൽ കുറച്ചും കൂടെ നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കുന്ന ഒരു ഏരിയ ആണത്. ഈ പറയുന്നത് എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത് GDPനെ, ഈ പറയുന്ന സംഭവങ്ങൾ അത് ഏത് രീതിയിൽ അത് പോസിറ്റീവായിട്ട്. എല്ലാവരും വിചാരിക്കുക കോവിഡിന് കേൾക്കുമ്പോൾ എല്ലാ തരത്തിലും താഴോട്ട് പോവുകയല്ലേ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. കാരണം നമുക്ക് കച്ചവടങ്ങളില്ല, ബാക്കിയുള്ള പുറത്തേക്ക് അങ്ങനെയുള്ള
ട്രാൻസ്പോർട്ടേഷനും ഒരു കാര്യങ്ങളും ഇല്ലല്ലോ, അപ്പോൾ ഇതൊക്കെ അല്ലെന്നല്ല, അങ്ങനത്തെ ഒരു രീതിയിലല്ല ഇത് ചിന്തിക്കുന്നത്. അത് എക്കണോമിക്സിന്റെ ആ ഒരു സൈഡിൽ പഠിക്കുന്നവർക്ക് മാത്രമേ ഇത് ആൻസർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് കുറച്ചും കൂടെ ടഫ് ആയിട്ടുള്ളതാണ്. ഇത്രയും ടഫ് ആയിട്ടുള്ളത് ഞാൻ ചോദിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല ഒരു 10th ലെവലിൽ. പക്ഷേ നമ്മൾ ഈ കോവിഡ് ടൈമിൽ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ, അതായത് കൃഷിയെയും അനുബന്ധ മേഖലകളെയും അധികം ബാധിച്ചിട്ടില്ല എന്നുള്ള രീതിയിലൊക്കെ ചോദിച്ചാൽ നമുക്ക് ഒറ്റയ്ക്ക് അങ്ങനെയുള്ള സിംപ്ലിഫൈഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അങ്ങനെ ഏതെങ്കിലും 1 2 ഒക്കെ തന്നിട്ട് അപ്പൊ അങ്ങനെയുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഇത്രയും ടഫ് ആയിട്ടുള്ളത് ഞാൻ പറയുന്നില്ല. ഇതിൽ 1 2 4 എന്നിവയാണ് ശരിയായിട്ടുള്ളത്. നെക്സ്റ്റ്, റിവേഴ്സ് റീപ്പോ നിരക്ക്. ഇത് നമ്മൾ തീർച്ചയായിട്ടും പഠിക്കേണ്ട ഒന്നാണ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ സ്റ്റാർ ഇട്ടേക്കുന്നത് കുറച്ചും കൂടെ ടഫാണ്. അതൊരു ഡിഗ്രി ലെവൽ എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു പോവാം. ദെൻ ഫെസിലിറ്റിക്ക് കീഴിലുള്ള യോഗ്യരായ സർക്കാർ സെക്യൂരിറ്റികളുടെ കൊളാറ്ററൽസിന് എതിരെ ബാങ്കുകളിൽ നിന്ന് ഒറ്റ രാത്രി കൊണ്ട്, ഒരു ഫോർട്ട്നൈറ്റ് കൊണ്ട് റിസർവ് ബാങ്ക് ദ്രവ്യത ആഗിരണം ചെയ്യുന്നു. ഇതൊരു നിശ്ചിത പലിശ നിരക്കാണ്. ഇതാണ് റിവേഴ്സ് റീപ്പോ എന്ന് പറയുന്നത്. റീപർച്ചേസ് ഓപ്ഷൻ എന്നുള്ള രീതിയിലാണ് നമുക്ക് റീപ്പോ തന്നെ വരുന്നത് അല്ലേ. അപ്പോൾ അതിൽ റിവേഴ്സ് റീപ്പോ ഉണ്ട്, ഞാൻ പറഞ്ഞല്ലോ. അത് നമ്മളുടെ ഈ പറയുന്ന മോണിറ്ററി പോളിസിയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. അത് നമുക്ക് പഠിക്കാനുണ്ട് 10th ലെവലിൽ. അത് നിങ്ങൾ പഠിക്കുമ്പോൾ ഈ പറയുന്ന റിവേഴ്സ് റീപ്പോ എന്താണെന്ന് മനസ്സിലാകും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യന്റെ അർത്ഥവും മനസ്സിലാകും. ഓക്കെ, ഇതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാമെന്ന് വിചാരിക്കുന്നില്ല, കാരണം നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അറിയില്ലെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന മോണിറ്ററി പോളിസി എന്താണ് എന്നുള്ളതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം, 2022-23 യൂണിയൻ ബജറ്റിലെ ഏറ്റവും വലിയ വരുമാന ഇനം താഴെ പറയുന്നവയിൽ ഏതാണ്? 22-23 ബജറ്റ് വെച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഓരോ തവണയും നമുക്കുള്ള ബജറ്റ് വെച്ചിട്ടുള്ള ക്വസ്റ്റൻസ് പ്രതീക്ഷിക്കാം എക്കണോമിക്സിന്റെ ഒരു ഏരിയയിൽ നിന്ന്. നമുക്ക് ചിലപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഈ വർഷത്തെ പ്രതീക്ഷിക്കുന്ന GDP നിരക്കും ഒക്കെ ആയിരിക്കാം ചോദിക്കാൻ ചാൻസ്. അപ്പോൾ ബജറ്റും കൂടി കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങൾ റെഫർ ചെയ്ത് പോകണം. ഓക്കെ, അപ്പോൾ ഇതിൽ ഏറ്റവും വലിയൊരു കോൺട്രിബ്യൂഷൻ താഴെ തന്നിട്ടുള്ളവയിൽ നമ്മുടെ കോമൺ സെൻസ് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും, നമുക്ക് ഏതിനേക്കാളും കൂടുതൽ കടം വാങ്ങലും മറ്റു ബാധ്യതകളായിരിക്കും കൂടുതൽ ഉണ്ടാവാൻ ചാൻസ് എന്നുള്ളത്. 22-23 ഒക്കെ ഒരു കോവിഡിന്റെ ആഫ്റ്റർ എഫക്റ്റിൽ നിൽക്കുന്ന ഒരു ടൈമൊക്കെയാണ്. അപ്പം അതാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, എന്നാലും ഓരോ ബജറ്റിന്റെയും ഇതിലുള്ള ഓരോന്നിന്റെയും കോൺട്രിബ്യൂഷൻ സെപ്പറേറ്റ് ആയിട്ട് തന്നെ നോക്കണം, എന്നാലും നമുക്കത് മനസ്സിലാവും. അടുത്തത്, താഴെ പറയുന്നവയിൽ ഏതാണ് നീതി ആയോഗിന്റെ ലക്ഷ്യമല്ലാത്തത്? സഹകരണ ഫെഡറലിസം വളർത്താൻ. ശരിയാണ്, പറയുന്നത് ടു ഫോസ്റ്റർ കോപ്പറേറ്റീവ് ഫെഡറലിസം എന്നുള്ളതാണ് നീതി ആയോഗിന്റെ നമ്മൾ പഠിക്കുന്നത് എന്താ പറയുക ഒബ്ജക്റ്റീവ്സിൽ പറയുന്നത്. കേന്ദ്രതലത്തിൽ വിശ്വസനീയമായ പദ്ധതികൾ രൂപീകരിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ വികസിപ്പിക്കുക. കേന്ദ്രതലത്തിലാണോ ഈ പറയുന്ന നീതി ആയോഗ് പദ്ധതികളൊക്കെ ഇങ്ങനെ ഇതാക്കുന്നത്? അല്ല, അത് കുറച്ചും കൂടെ വില്ലേജ് ലെവലിലാണ്. അതായത് നീതി ആയോഗിന്റെ എന്ന് പറയുന്നത് ബോട്ടം ടു ടോപ്പ് അപ്രോച്ചാണ്, ബോട്ടം ടോപ്പ് അപ്രോച്ചാണ് നീതി ആയോഗിന്റെ. പക്ഷെ നമ്മളുടെ പ്ലാനിംഗ് കമ്മീഷന്റെ എന്തായിരുന്നു? ടോപ്പ് ടു ബോട്ടം ആയിരുന്നു അല്ലെ, അങ്ങനെയായിരുന്നു, ഒരു ടോപ്പ് ഡൗൺ അപ്രോച്ച് ആയിരുന്നു. ഇനി തന്ത്രപരവും ദീർഘകാലവുമായ നയവും പ്രോഗ്രാം ചട്ടക്കൂടുകളും സംരംഭങ്ങളും രൂപപ്പെടുത്തുന്നതിന്, അതും ശരിയായിട്ടുള്ളതാണ്. അത് നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങളിലുള്ളതാണ്. അറിവ്, നവീകരണം, സംരംഭക പിന്തുണ സംവിധാനം എന്നിവ സൃഷ്ടിക്കാൻ, ഇതും അതെ ശരിയായിട്ടുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ്, ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 അനുസരിച്ച് ഒരു ഉൽപ്പന്ന ബാധ്യതാ പ്രവർത്തനത്തിൽ ഒരു ഉൽപ്പന്ന നിർമ്മാതാവ് ബാധ്യസ്ഥനായിരിക്കും എങ്കിൽ, അതായത് ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ നമുക്ക് പഠിക്കാനുള്ളതാണ്, ഇമ്പോർട്ടന്റ് ആക്ട്സ് എന്ന് പറയുന്ന സെക്ഷനിൽ. അപ്പോൾ അതിൽ ഈ പറയുന്ന രീതിയിൽ ഒരു ഉൽപ്പന്ന ബാധ്യതാ പ്രവർത്തനത്തിൽ ഒരു ഉൽപ്പന്ന നിർമ്മാതാവ് ബാധ്യസ്ഥനായിരിക്കും. എന്തൊക്കെ കാരണത്തിലാണ് ഈ പറയുന്ന ആൾക്ക് പ്രശ്നം വരിക എന്നുള്ള രീതിയിലാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, എന്ത് സംഭവിക്കുമ്പോഴാണ്? അപ്പോൾ നമുക്കൊരു കോമൺ സെൻസ് വെച്ചിട്ട് ഇത് ആൻസർ ചെയ്യാൻ പറ്റും. ഉൽപ്പന്നത്തിൽ ഒരു നിർമ്മാണ വൈകല്യം, എന്തെങ്കിലും ഒരു ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ, ദെൻ ഉൽപ്പന്നത്തിന്റെ രൂപകൽപ്പനയിലെ പിഴവ് അല്ലെങ്കിൽ വൈകല്യം, ദെൻ പാലിക്കപ്പെടേണ്ട നിർമ്മാണ സവിശേഷതകളിൽ നിന്നുള്ള വ്യതിയാനം, ദെൻ ഉൽപ്പന്നം എക്സ്പ്രസ് വാറണ്ടിയുമായി പൊരുത്തപ്പെടുന്നില്ല. അതായത് നമുക്കൊരു വാറണ്ടി പറയുന്നുണ്ട് അല്ലെ, അത് ആ തന്നിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് നടക്കുന്നതെങ്കിൽ ഇതൊക്കെ എന്തിന് കാരണമാകാം? അതുണ്ടാക്കിയ ആളെ ബാധിക്കാം അല്ലെ, അയാൾക്ക് എതിരെ നടപടിയും എടുക്കാൻ സാധിക്കും. അപ്പോൾ ഈ പറയുന്ന എല്ലാം തന്നെ എന്താണ്? ശരിയായിട്ടുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ തൽക്കാലം എന്താണ് കുറച്ചധികം സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് നോക്കിയത് കൊണ്ട് 20 എണ്ണം നോക്കി നിർത്തുകയാണ്. ബാക്കി ഇതിന്റെ കണ്ടിന്യൂഷൻ കുറച്ചധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലായിട്ട് ഇതാക്കാം. കാരണം ഈ വീഡിയോയ്ക്ക് കുറച്ചധികം എന്താണ് കുറേയധികം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ ലെങ്ത് കൂടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇതിനോട് റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പോർഷൻസും പഠിച്ചു പോകണം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.